ജീവിതം പാഴാക്കലേ പ്രിയ കൂട്ടരേ. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എങ്കിൽ കൂട്ടുകാരെ, നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നിങ്ങൾ കഥ കേൾക്കാൻ തയ്യാറാണോ? അതിനു മുൻപേ നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടാലോ? തത്തമ്മയുടെ പേരെന്താ? ചേനീസ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? കോട്ട. എലിക്കുട്ടന്റെയോ? ജോവാൻ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? താഴൂർ കാട്ടിൽ. കുറുക്കന്റെ പേരെന്താ? മെറിൻ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? വെള്ളാഞ്ചിറക്കാട്ടിൽ നിന്ന്. മയിലിന്റെയോ? സെറിൻ മേജോ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? വെള്ളാഞ്ചിറ. എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറല്ലേ? നമുക്കിന്ന് കഥ കേട്ടാലോ? ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ഒരു കച്ചവടക്കാരനും കുറെ കുരങ്ങന്മാരും. ഒരിടത്ത് ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. ആ കച്ചവടക്കാരന്റെ തൊഴിലെന്ന് പറയുന്നത് തൊപ്പികൾ സ്വന്തമായി ഉണ്ടാക്കി അത് നാടുകളിലൂടെ നടന്നു വിൽക്കുക എന്നതായിരുന്നു. അദ്ദേഹം രാവിലെയെല്ലാം തൊപ്പികൾ കൈകൊണ്ട് നെയ്തുണ്ടാക്കും. എന്നിട്ട് അതൊരു കുട്ടയിലിട്ട് പല സ്ഥലങ്ങളിൽ കൂടെ നടന്നു വിൽക്കും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന തൊഴിൽ. അയാൾ ഇങ്ങനെ നടന്നു വിൽക്കുമ്പോൾ തനിക്ക് വേണ്ടുന്ന ഭക്ഷണവും വെള്ളവുമെല്ലാം കൂടെ കരുതിയിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം കാട്ടിലൂടെ തൊപ്പികൾ വിൽക്കുന്നതിനായി നടന്നു പോകുകയായിരുന്നു. കുറെ നടന്നു കഴിഞ്ഞപ്പോൾ അയാൾക്ക് വളരെ ക്ഷീണം അനുഭവപ്പെട്ടു. എന്നാൽ കുറച്ചു നേരം വിശ്രമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് യാത്ര തുടരാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ചുറ്റും നോക്കിയപ്പോൾ ഒരു വലിയ മരം കണ്ടു. അതിന് വളരെയധികം ശിഖരങ്ങളും നല്ല തണലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ആ മരം തിരഞ്ഞെടുത്തിട്ട് അവിടെ വിശ്രമിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുട്ടയെല്ലാം ഒരു മൂലയ്ക്ക് ഒതുക്കി വെച്ചിട്ട് അദ്ദേഹം ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചപ്പോൾ അയാൾക്ക് കുറച്ച് ഉറക്കം വന്നു. എന്നാൽ ഉറങ്ങിയിട്ട് പോകാമെന്ന് അയാളും കരുതി. അങ്ങനെ അയാൾ പതിയെ ഒരു തൊപ്പിയെടുത്ത് മുഖത്ത് വെയിലടിക്കാതെ വെച്ചതിന് ശേഷം അദ്ദേഹം ആ മരത്തിൽ ചാരി കിടന്നുറങ്ങി. ഈ സമയത്ത് ആ മരത്തിലുണ്ടായിരുന്ന എല്ലാ കുരങ്ങന്മാരും താഴേക്ക് ഇറങ്ങി വന്ന് ആ തൊപ്പികളെല്ലാം എടുത്ത് കളിക്കുവാൻ തുടങ്ങി. ആ കുരങ്ങന്മാരെല്ലാവരും ഇച്ചിരി കുസൃതി കുടുക്കകളായിരുന്നു. എല്ലാവരും ആ തൊപ്പികൾ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ കുരങ്ങന്മാരുടെ ബഹളം കേട്ട് ഈ കച്ചവടക്കാരൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ തൻ്റെ കുട്ടയിലുണ്ടായിരുന്ന തൊപ്പികളൊന്നും കാണുന്നില്ല. കച്ചവടക്കാരൻ പേടിച്ചു പോയി. താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തൊപ്പികളെല്ലാം എവിടെ പോയി? ആരെങ്കിലും മോഷ്ടിച്ചതായിരിക്കുമോ? അയാൾ ചുറ്റും നോക്കിയപ്പോൾ തൊപ്പിയുടെ കഷ്ണങ്ങളൊന്നും അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചില്ല. അപ്പോൾ കുരങ്ങന്മാർ മരത്തിന് മുകളിൽ നിന്നും ശബ്ദമുണ്ടാക്കി. ഈ ശബ്ദം കേട്ട് കച്ചവടക്കാരൻ മരത്തിന് മുകളിലേക്ക് നോക്കി. അപ്പോൾ ഇതാ തൻ്റെ തൊപ്പികളെല്ലാം എടുത്ത് കുരങ്ങന്മാർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കച്ചവടക്കാരന് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല. കച്ചവടക്കാരൻ ആദ്യം കുരങ്ങന്മാരോട് പറഞ്ഞു, ദയവ് ചെയ്ത് എൻ്റെ തൊപ്പികളെല്ലാം എനിക്ക് തിരികെ നൽകുക. ഇത് മാത്രമാണ് എനിക്ക് ജീവിക്കുവാനുള്ള ഏക മാർഗം. ഇതിൽ നിന്നും ലഭിക്കുന്ന പണം കൊണ്ട് വേണം എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുവാൻ. നിങ്ങൾ അത് ദയവ് ചെയ്ത് എനിക്ക് തിരികെ നൽകണം. പക്ഷെ കുരങ്ങന്മാരുണ്ടോ കേൾക്കുന്നു. അവർ അത് മൈൻഡ് ചെയ്തേയില്ല. വീണ്ടും അത് വെച്ച് കളിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് കച്ചവടക്കാരന് ഒരു ഐഡിയ തോന്നിയത്. കച്ചവടക്കാരൻ എവിടെയോ കേട്ടിട്ടുണ്ട്, കുരങ്ങന്മാർ മനുഷ്യന്മാർ ചെയ്യുന്ന അതേ കാര്യങ്ങൾ വീണ്ടും അതുപോലെ തന്നെ ചെയ്യുമെന്ന്. കച്ചവടക്കാരൻ ആ ഐഡിയ സ്വീകരിച്ചു. ഉടനെ തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു. അപ്പോൾ അതാ കുരങ്ങന്മാരുടെ കയ്യിലുണ്ടായിരുന്ന തൊപ്പിയും എടുത്ത് തലയിൽ വെച്ചു. ഇത് കണ്ടപ്പോൾ കച്ചവടക്കാരന് മനസ്സിലായി തൻ്റെ ഐഡിയ ഫലവത്താവുന്നുണ്ട്. അപ്പോൾ കച്ചവടക്കാരൻ എന്ത് ചെയ്തെന്നറിയാമോ? തൻ്റെ തലയിലിരുന്ന തൊപ്പിയെടുത്ത് കയ്യിൽ നീട്ടിപ്പിടിച്ചു. അപ്പോൾ കുരങ്ങന്മാരും അതുപോലെ തന്നെ കയ്യിലേക്ക് തൊപ്പിയെടുത്ത് നീട്ടിപ്പിടിച്ചു. ഈ സമയം കച്ചവടക്കാരൻ കയ്യിലുണ്ടായിരുന്ന തൊപ്പിയെടുത്ത് ഒരൊറ്റ എയർ. ഇത് കണ്ടതും കുരങ്ങന്മാരെല്ലാവരും കയ്യിലുണ്ടായിരുന്ന തൊപ്പിയെടുത്ത് എറിഞ്ഞു. അപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന തൊപ്പിയെല്ലാം താഴെ നിലത്ത് വന്നു. ഈ സമയത്തിന് കച്ചവടക്കാരൻ നിലത്ത് വന്ന തൊപ്പിയെല്ലാം വാരിപ്പെറുക്കി തൻ്റെ കുട്ടയിലാക്കി. അപ്പോഴാണ് കുരങ്ങന്മാർക്ക് തങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് മനസ്സിലായത്. കുരങ്ങന്മാർക്ക് നന്ദിയും പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങി. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ബുദ്ധിപരമായി ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും നമ്മൾ നേരിട്ട് കഴിഞ്ഞാൽ നമുക്കത് മറികടക്കുവാനായി സാധിക്കും.
അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും മറ്റൊരു കഥയുമായി കാണാം. കൂട്ടുകാരെ, ഇന്നത്തെ കാട്ടിലെ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്കിൽ കൂട്ടുകാരെ, നമ്മൾക്കൊരു ബൈബിൾ വചനം കാണാതെ പഠിച്ചാലോ? വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. യോഹന്നാൻ 14:6. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഡാൻസ് കാണാൻ ഇഷ്ടമാണോ? എങ്കിൽ നമുക്കൊരു ഡാൻസ് കണ്ടിട്ട് വന്നാലോ? കൊച്ചു കൂട്ടുകാർ അവതരിപ്പിച്ച ഡാൻസ് കാണാൻ നല്ല രസമുണ്ടായിരുന്നല്ലേ? എനിക്ക് ഒത്തിരി ഇഷ്ടായി. ഡെമിലിക്ക് ഇഷ്ടായോ? എനിക്ക് ഒത്തിരി ഇഷ്ടായി. കൂട്ടുകാരെ, എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? മാലാഖേ. ഹായ് അന്നമോളെ. ഹായ് മാലാഖേ. അന്നമോൾ എന്താ ഇവിടെ?
പപ്പയുടെയും മമ്മിയുടെയും കൂടെ ടൂർ വന്നതാ മാലാഖേ. ആഹാ, എന്നിട്ടവർ എവിടെ? അവരപ്പുറത്തുണ്ട്. മാലാഖയോട് ഒരു സംശയം ചോദിക്കാൻ ഓടി വന്നതാ ഞാൻ. എങ്കിൽ അന്നമോള് വേഗം ചോദിച്ചോ. ഈ വാസ്കോഡ് ഗാമയെ കൂടാതെ പണ്ട് കേരളത്തിൽ ഒത്തിരി സഞ്ചാരികൾ എത്തിയിരുന്നോ മാലാഖേ? തീർച്ചയായും അന്നമോളെ. അവരാരൊക്കെയാ മാലാഖേ? പ്രധാനപ്പെട്ട സഞ്ചാരികളായിരുന്നു അറബ് സഞ്ചാരി ആയിരുന്ന സുലൈമാൻ, മൊറോക്കക്കാരനായ ഇബ്നു ബത്തൂത്ത, വാസ്കോഡ് ഗാമയുടെ പിൻഗാമി ആയി കേരളത്തിലെത്തിയ പോർച്ചുഗീസുകാരൻ പെഡ്രോ അൽവാരസ് കബ്രാൾ, ബ്രിട്ടീഷുകാരനായ റാൽഫ് ഫിച്ച് എന്നിവരാണ് കേരളത്തിലെത്തിയ പ്രധാനപ്പെട്ട സഞ്ചാരികളിൽ ചിലർ. കേരളത്തെക്കുറിച്ച് വിശദമായി രേഖപ്പെടുത്തിയ ആദ്യത്തെ അറബ് സഞ്ചാരിയായിരുന്നു സുലൈമാൻ. AD 850 സ്വന്തം യാത്രാനുഭവങ്ങൾ അടങ്ങിയ ഗ്രന്ഥം അദ്ദേഹം രചിക്കുകയുണ്ടായി. പേർഷ്യൻ ഉപദ്വീപിൽ നിന്ന് പായ്ക്കപ്പലിൽ പലതവണ ഇന്ത്യയിലേക്കും ചൈനയിലേക്കും യാത്ര ചെയ്ത സാഹസിക സഞ്ചാരി ആയിരുന്നു ട്ടോ സുലൈമാൻ എന്ന കച്ചവടക്കാരൻ. അപ്പോ ഇബ്നു ബത്തൂത്തയോ? 1304 മൊറോക്കോയിൽ ജനിച്ച ഇബ്നു ബത്തൂത്തയുടെ ചെറുപ്പം മുതലേയുള്ള ആഗ്രഹമായിരുന്നു ലോകം ചുറ്റിക്കറങ്ങുക എന്നത്. അത് കൊള്ളാലോ മാലാഖേ. അങ്ങനെ 21-ാം വയസ്സിൽ ഇബ്നു ബത്തൂത്ത ആരംഭിച്ച യാത്രകൾ 30 വർഷത്തോളം നീണ്ടു. ഇന്നത്തേതുപോലെയുള്ള വിമാനങ്ങളും യാത്രാക്കപ്പലുകളുമൊന്നും ഇല്ലാതിരുന്ന അക്കാലത്ത് 30 വർഷം കൊണ്ട് ഇബ്നു ബത്തൂത്ത സഞ്ചരിച്ചത് ഏതാണ്ട് 1.25 ലക്ഷം കിലോമീറ്റർ അന്നമോളെ. എന്റെ അമ്മേ. ദുർഘടമായ പാതകളെയും കഠിനമായ രോഗങ്ങളെയും അതിജീവിച്ചായിരുന്നു ബത്തൂത്ത ലോകസഞ്ചാരം നടത്തിയത്. ജന്മനാടായ മൊറോക്കയിൽ തിരിച്ചെത്തിയ ബത്തൂത്ത പിന്നീട് ഗ്രന്ഥം എഴുതി. അങ്ങനെ 14-ാം നൂറ്റാണ്ടിലെ പല രാജ്യങ്ങളിലെയും സാംസ്കാരികവും സാമൂഹ്യപരവുമായ ജീവിതം വിശദമാക്കുന്ന ഒരു ഗ്രന്ഥം ലോകത്തിന് ലഭിച്ചു. വാസ്കോഡ് ഗാമയുടെ പിൻഗാമിയായി കേരളത്തിലെത്തിയ കബ്രാൾ എന്തൊക്കെയാണ് ചെയ്തത്? 1500 ഓഗസ്റ്റ് 30-നാണ് വാസ്കോഡ് ഗാമയുടെ പിൻഗാമിയായ പോർച്ചുഗീസ് കപ്പിത്താൻ പെഡ്രോ അൽവാരസ് കബ്രാൾ കോഴിക്കോട് എത്തിച്ചേർന്നത്. സാമൂതിരിയുമായി കൂടിക്കാഴ്ച നടത്തിയ കബ്രാൾ കുരുമുളക് വ്യാപാരത്തിന്റെ കുത്തക പൂർണ്ണമായും തങ്ങൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നിട്ടോ? സാമൂതിരി അതങ്ങ് സമ്മതിച്ചു കൊടുക്കുമോ? പകരം ഒരു പണ്ടകശാല അഥവാ ഗോഡൌൺ പണിയാനുള്ള അനുമതി അവർക്ക് നൽകി. വൈകാതെ പോർച്ചുഗീസ് അവരുടെ തനിനിറം പുറത്തെടുത്തു. കോഴിക്കോടുള്ള അറബി കച്ചവടക്കാരുമായി അവർ ഏറ്റുമുട്ടി. കൂടാതെ കോഴിക്കോട് പട്ടണത്തിന് നേരെ യുദ്ധം നടത്തുകയും ചെയ്തു. കോഴിക്കോട്ടെ സാമൂതിരിയുമായി കൊച്ചി രാജാവ് ശത്രുതയിലാണെന്ന് മനസ്സിലാക്കിയ കബ്രാൾ നേരെ കൊച്ചിയിലേക്ക് പോയി. കബ്രാളിന്റെ നിബന്ധനകളെല്ലാം അംഗീകരിച്ച കൊച്ചി രാജാവ് പോർച്ചുഗീസുകാർക്ക് കച്ചവടത്തിനുള്ള സകല സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. കൊച്ചി രാജ്യത്തിലും കബ്രാൾ തനിനിറം കാട്ടിയോ മാലാഖേ? അതിനു മുമ്പ് 1501 ജനുവരി മാസം കോഴിക്കോട് നിന്ന് വലിയൊരു കപ്പൽ പട കബ്രാളിനെ ആക്രമിക്കാനെത്തി. ഭയന്നുപോയ കബ്രാളും സംഘവും കണ്ണൂരിലേക്ക് രക്ഷപ്പെട്ടു. എന്നിട്ടോ? കണ്ണൂരിലെ ചിറക്കര രാജാവും കബ്രാളിനെ നന്നായി സ്വീകരിച്ചു. അവിടെ നിന്നും ധാരാളം ചരക്കുകൾ കബ്രാളിന് ലഭിച്ചു. അങ്ങനെ 1503 കുരുമുളക് നിറച്ച കപ്പലുകളുമായി കബ്രാൾ പോർച്ചുഗലിൽ മടങ്ങിയെത്തി. ഈ കബ്രാൾ ആൾ കൊള്ളാമല്ലോ മാലാഖേ. ഇങ്ങനെ എത്രയെത്ര സഞ്ചാരികൾ കേരളത്തിലെത്തി നമ്മളെ പറ്റിച്ച് നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളെല്ലാം അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ മാലാഖേ. എങ്കിൽ വേഗം അന്നമോൾ മമ്മിയുടെയും പപ്പയുടെയും അടുത്തേക്ക് പോയിക്കോട്ടോ. ബായ് മാലാഖേ. ബായ് അന്നമോളെ. കൂട്ടുകാരെ, നമ്മുടെ അന്നമോളുടെ സംശയം കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നില്ലേ? കൂട്ടുകാരെ, ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന കൂട്ടുകാരെ നമുക്കൊന്ന് കണ്ടാലോ? എന്നിട്ട് അവരെ ഒന്ന് വിഷും ചെയ്യാം. ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഞങ്ങളുടെ വക 1000 ജന്മദിനാശംസകൾ. കൂട്ടുകാരെ, എങ്കിൽ നമുക്കൊരു വിശുദ്ധ വചനം കാണാതെ പഠിച്ചാലോ? ബൈബിളിനെ കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. വിശുദ്ധ ജെറോം. കൂട്ടുകാരെ, എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ?
മാത്രമേ. എന്നിനവിലും കനവിലുമായി നിറയുന്നൊരെൻ ദൈവമേ, എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ നിൻ നാദമാക്കിടൂ, എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ നിൻ നാദമാക്കിടൂ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. ഇരുൾ മൂടും വഴിയിൽ നിൻ സ്നേഹം തുണയായി വരണേ എന്നാദാ, കരമൊന്നു തളരും നേരത്തും കരുതലിൻ കരമായി വരണേ നീ. ഇരുൾ മൂടും വഴിയിൽ നിൻ സ്നേഹം തുണയായി വരണേ എന്നാദാ, കരമൊന്നു തളരും നേരത്തും കരുതലിൻ കരമായി വരണേ നീ. ഇലനെഞ്ചിൽ മുറിവോടെ അണയുന്നു നീ, എന്നെ നിന്മാരോട് ചേർത്തിടുവാൻ. ആ നെഞ്ചിൻ്റെ ചൂടെ തുറങ്ങട്ടെ ഞാൻ, അതുമാത്രമാണെൻ്റെ ആനന്ദമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. നിണമുഴുകും വഴിയിൽ ഞാൻ പോരാ, നിൻ പാദമിന്നും പിന്തുടരാം. അറിയാതെ അകലും നേരത്തും അരികിലായി എന്നെ ചേർത്തിടണേ. നിണമുഴുകും വഴിയിൽ ഞാൻ പോരാ, നിൻ പാദമെന്നും പിന്തുടരാം. അറിയാതെ അകലും നേരത്തും അരികിലായി എന്നെ ചേർത്തിടണേ.
കൂട്ടുകാരെ, ഈ ആഴ്ച കളിമുറ്റത്തിൽ ആരുടെ പടമായിരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇതേപോലെ പടങ്ങൾ വരയ്ക്കാനും പാട്ടുകൾ പാടാനും കഴിവുണ്ടെങ്കിൽ തീർച്ചയായും കളിമുറ്റത്തിൽ പങ്കെടുക്കാം. അതിനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ. പിൻ 680309. ഇമെയിൽ kalimutamgtv24@gmail.com. ഫോൺ 8606460033. കൂട്ടുകാരെ, ഈ ആഴ്ചയിലെ കളിമുറ്റത്തിന്റെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ അടുത്ത ആഴ്ച ഇതിലും നല്ലൊരു എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരും. Till then, bye.